ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അത്ര സുഖകരമല്ല, കാരണം ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് അത്ര ഒരു പോസിറ്റീവ് നോട്ടിലല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റാലി എൻജോയ് ചെയ്ത് വരികയായിരുന്നു. സോ ഇന്നലെ അവസാന മണിക്കൂറുകളിൽ കണ്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ നിഫ്റ്റിയെ കറക്റ്റ് ചെയ്തു. എല്ലാ ഇൻഡെക്സുകളും, നിഫ്റ്റി മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇൻഡെക്സുകളിലും ഇന്നലെ കറക്ഷൻ വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇൻഫോർമേഷൻ, എന്തൊക്കെയാണ് ഈ കറക്ഷൻ തുടരുമോ, എന്തൊക്കെയാണ് മാർക്കറ്റ് നൽകുന്ന സൂചനകൾ എന്നുള്ള വീഡിയോ ആണിത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും കഴിഞ്ഞ ആഴ്ചയും ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും, അതായത് ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസവും വീണ്ടും ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തു. നമുക്കറിയാം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു ചെറിയ രീതിയിലുള്ളൊരു കറക്ഷൻ ഏതുവായാലും ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്യൂ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നലെ അവസാന മണിക്കൂറുകളിൽ വന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ശരിയായി രണ്ട് മൂന്ന് ദിവസത്തെ കംപ്ലീറ്റ് അപ്സൈഡിനെ നള്ളിഫൈ ചെയ്തു എന്ന് വേണം പറയാൻ. 21,150 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ് 21,000 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടും 20,850 എന്ന് പറയുന്ന അവസാന സപ്പോർട്ടും എന്ന് പറയാം. അതിനുശേഷം നിഫ്റ്റിയിൽ വീണ്ടും കണ്ടിന്യൂ വരികയാണെങ്കിൽ ഒരു ഡൗൺ സൈഡിലുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സോ എന്തൊക്കെയാണ് കാരണം ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാൽ FIIസിൻ്റെ സെല്ലിംഗ് ആണെന്ന് നമുക്ക് പറയുന്നുണ്ടെങ്കിലും FIIസിൻ്റെ ഭാഗത്ത് അത്രമാത്രം ഒരു സെല്ലിംഗ് നടന്നതായിട്ട് കാണുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അത് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 425 പോയിന്റ് കറക്ഷൻ, നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 3.5% കറക്ഷൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നിട്ടുണ്ട്. 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, FIIസിന്റെ ഭാഗത്ത് സെല്ലിംഗ് വന്നിട്ടുണ്ട്, പക്ഷേ അത്രമാത്രം ഒരു വലിയ ഫിഗർ അല്ല. DIS നേരെ മറിച്ച് ബൈയിങ് മോഡിലാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ FIIസിന്റെ ഭാഗത്തു നിന്നും 1,322 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. DISന്റെ ഭാഗത്ത് നിന്ന് 4,754 കോടി രൂപയുടെ ബൈയിങ് വന്നിട്ടുണ്ട്. ഇനി ഇൻഡെക്സിൻ്റെ സ്റ്റോക്ക് ഓപ്ഷനിലും ഫ്യൂച്ചേഴ്സിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ FIIസിന് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈനസ് ഫിഗറാണ്, സെല്ലിംഗ് പൊസിഷനാണുള്ളത്. FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പോസിറ്റീവ് പൊസിഷൻസ് ആണുള്ളത്. സോ എന്തോ ഒരു മാർക്കറ്റിൽ ഒരു ന്യൂസ് അവൈറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. പക്ഷേ അത് എന്തായാലും ഇതുവരെ റിവീൽ ആയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തെ ന്യൂസും ഒന്നും നോക്കുന്ന സമയത്തൊന്നും റിവീൽ ആയിട്ടില്ല. സോ ഒരു സാധാരണ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോംഡ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ആണോ വന്നത് എന്നുള്ളത് 2 ദിവസത്തെ മാർക്കറ്റിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഏതായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റ് ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നു. സോ ഒരു പ്രധാനപ്പെട്ട ലെവലിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം അമേരിക്കൻ വിപണിയും അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റും 1.5% അടുപ്പിച്ച് ഡൗൺ സൈഡിലാണ് വന്നിരിക്കുന്നത്. അവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കാണുന്നത്. വേറെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്നും അവിടെയും വന്നിട്ടില്ല. സോ നോർമലി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകുന്നു. പിന്നെ കൊറോണ വൈറസിന്റെ കാര്യങ്ങളാണെന്ന് ചില മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നില്ല. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അതിനെ അത്രമാത്രം സീരിയസ് ആക്കി എടുക്കേണ്ടതില്ല എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്. സോ ഗ്ലോബൽ ടെൻഷൻസ് സാധാരണ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഡോ ജോൺസിലും S&P 500 തന്നെ ഒരു കറക്ഷൻ വന്നിരിക്കുന്നതെന്നാണ് നിഗമനം. അതുപോലെ തന്നെ ഇന്ത്യയിലും അതുപോലെ തന്നെയായിരിക്കും. ഒരു FII സെല്ലിംഗ് വലിയ രീതിയിലില്ല എങ്കിലും ഒരു ഇൻഫോംഡ് സെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ തുടരുമെന്നുള്ളതാണ്. സോ 20,850 താഴെ ഉള്ള നിഫ്റ്റിയുടെ ക്ലോസിംഗ് മാത്രമായിരിക്കും നമ്മൾ കുറച്ച് കോൺഷ്യസ് ആവേണ്ടത്. സോ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും പിന്നെ അവസാനമാണ് ഡിസംബറിൻ്റെ ഈ വർഷം ഇയർ എൻഡ് കൂടിയാണ്. സോ ചില FIIസും ചില ഫണ്ട്സൊക്കെ ചിലപ്പോൾ അവരുടെ റീബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചില റീബാലൻസിങ് നടത്തിയേക്കാം. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന FIIസും അവരൊക്കെ ചിലപ്പോൾ ഹെവി സെല്ലിംഗ് ഒക്കെ നടത്തിയേക്കാം ഇയർ എൻഡ് ആയതുകൊണ്ട്. ഇതും ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ഡിസിഷനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, എങ്കിലും ഇയർ എൻഡ് ആയതുകൊണ്ട് അങ്ങനെയും നമ്മൾ അസ്യൂം ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇനി നമുക്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിഫ്റ്റി ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് ആണ് 21,350 to 21,400 തന്നെയായിരിക്കും. സോ ആ ലെവലിലായിരിക്കും നിഫ്റ്റി ആദ്യം റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ പിന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 21,500 മുകളിലായിരിക്കും നിഫ്റ്റിക്ക് ക്ലോസിംഗ് നൽകേണ്ടത്. അതിനുശേഷം മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു ലെഗിലേക്കുള്ള റാലിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതാണ് നിഫ്റ്റി ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ 20,850 താഴെയുള്ള ക്ലോസിംഗ് നിഫ്റ്റിയിൽ ചെറിയ കൺസേൺ ആയിരിക്കും. അതുപോലെ തന്നെ 21,350 to 21,400
ആദ്യ റെസിസ്റ്റൻസ് സോൺ ആയിരിക്കും നിഫ്റ്റി ഹോൾഡ് ചെയ്യും. അതിനുശേഷം 21,550 മുകളിലുള്ള ക്ലോസിംഗ് ആയിരിക്കും നിഫ്റ്റിയിൽ അടുത്ത ഒരു ലെഗിലേക്കുള്ള റാലി. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴും പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ 1-2 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റൈഡ് എൻജോയ് ചെയ്യുമായിരുന്നു. സോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് തന്നെ 1 മണിക്കൂർ അവസാനം വന്നിരിക്കുന്ന സെല്ലിംഗ് പോലും ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയമാണ്. കാരണം എന്ത് പറ്റി എന്നുള്ളതാണ്. പെട്ടെന്ന് എല്ലാവരും പൊസിഷൻസ് നമുക്കറിയാം ഒരു സ്റ്റീപ്പ് ഫോൾ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ബോയ് സൈഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റ്. സോ ഇൻവെസ്റ്റേഴ്സ് അത്രമാത്രം അതാണ് നമ്മുടെ റിറ്റെയിലേഴ്സും എത്ര തന്നെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലും ഒരു അപ്സൈഡ് റാലിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്തു. പക്ഷെ ചെറിയൊരു കറക്ഷൻ വരുന്ന സമയത്ത് ആകെ പാനിക്കായി പോകുന്നു, കുറേ ആൾ സെല്ല് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കരുത്. കാരണം നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് സോൺ തന്നെയാണ്. ലോങ് ടേം ട്രെൻഡ്, മീഡിയം ടേം ട്രെൻഡ് ഒക്കെ തന്നെ പോസിറ്റീവ് തന്നെയാണ്. സോ നമുക്ക് ആ ട്രെൻഡിൽ വിശ്വസിക്കുക. പെട്ടെന്ന് ഇങ്ങനെയുള്ള കറക്ഷൻ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. പല ഇവൻറ്റുകളോടും മാർക്കറ്റ് ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യം നിഗമനം വന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ കയ്യിലുള്ള പല ഓഹരികളും മിഡ് ക്യാപിലും സ്മോൾ ക്യാപിലും പ്രത്യേകിച്ചിട്ടും നല്ല രീതിയിലുള്ള കറക്ഷൻ ഇന്നലെയോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 1-2 ദിവസം കൂടി മാർക്കറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അതിനുശേഷം നല്ല ഫണ്ടമെന്റൽസ് ഉള്ള നല്ല വാല്യുവേഷൻസ് വൈസ് നല്ല ഫേവറബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഓഹരികൾ, കഴിഞ്ഞ 2-3 ദിവസം നമുക്ക് വന്നിരിക്കുന്ന വീക്കെൻഡ് ക്വയറീസ് ഒക്കെ മാർക്കറ്റ് ഐയിലേക്ക് പോകുന്നു. കറക്ഷന് വേണ്ടി എപ്പോൾ വെയിറ്റ് ചെയ്യണം, എപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നൊരു 1 മണിക്കൂറത്തുള്ള കറക്ഷൻ വന്നതോടുകൂടി ആൾക്കാർ പേടിച്ച് അയ്യോ ഫണ്ട് വിറ്റിട്ട് മാറി നിൽക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് മാറി. സോ ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് അവർ ആ ഒരു മാർക്കറ്റിനെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്നുള്ളതാണ്. പേഷ്യൻസോട് കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആലോചിക്കുക. ഡിഫൻസിൻ്റെ ഓർഡർ ബുക്ക് ഇന്നലെയും മസ്ഡ ഡോക്കിനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡിഫൻസ് കമ്പനികൾക്കൊക്കെ തന്നെ ഇന്നലെയും ഓർഡർ ഫ്ലോ വന്നിട്ടുണ്ട്. സോ ഒരു ദിവസത്തെയോ 1 മണിക്കൂറത്തെയോ കറക്ഷൻസ് കൊണ്ട് നിങ്ങളുടെ ഫണ്ടമെന്റൽസിലോ കമ്പനിയുടെ വാല്യുവേഷൻസിലൊന്നും വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടില്ല. ആ കമ്പനിയുടെ ബിസിനസ് ഫോർമാറ്റിൽ വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു സ്റ്റോറി വിശ്വസിക്കുക. നിങ്ങൾ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനികളിൽ വ്യത്യാസം വരാതിടത്തോളം കാലം, അവരുടെ ഫണ്ടമെന്റൽ ഇഷ്യൂസിൽ മാറ്റം വരാതിടത്തോളം കാലം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ മാർക്കറ്റിനനുസരിച്ച് വോളറ്റൈൽ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ മാർക്കറ്റിനെ ലോങ് ടേം ട്രെൻഡിലും കമ്പനിയിലും ബിസിനസ്സിലും വിശ്വസിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും നമ്മൾ 1-2 മാസത്തിന് മുമ്പേ നമ്മൾ ഒരു കെമിക്കൽ ഓഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് 3200-300 ലെവലുകളിലായിരുന്നു നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നത്. അതേകദേശം 3000-ന് താഴെ പോയി 2800 വരെ വരികയുണ്ടായി. കുറേ സമയമായിട്ട് ആ ഒരു റേഞ്ചിൽ അത് ട്രേഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇന്നലെ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യുന്ന സമയത്തും ഇന്നലെ അത് 3500-ന് മുകളിലേക്ക് പോയി. സോ അത് നമ്മൾ പഠിക്കുന്ന ഒരുപാട് പാഠമുണ്ട്. നമ്മുടെ സ്വിങ്ങിൽ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വാല്യുവേഷൻസ് എപ്പോഴും അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കും. മാർക്കറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് തന്നെ പോയാലും വാല്യുവേഷൻ വൈസ് നല്ല കറക്റ്റായിട്ടുള്ള എൻട്രി ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ വാല്യുവേഷൻ വൈസ് ഫേവറബിൾ അല്ലാത്തൊരു വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻട്രി ചെയ്യുക. ആ ഒരു വാല്യുവേഷൻ മാർക്കറ്റ് നിങ്ങൾക്ക് എപ്പോഴായാലും ആ ഓരോ ഓഹരിയിൽ കാണിച്ചിരിക്കും. സോ ഇന്നലെ മാർക്കറ്റിൽ നല്ല രീതിയിൽ കറക്ഷൻ നടക്കുന്ന സമയത്തായിരുന്നു ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് വന്നതും 3500-ന് മുകളിൽ വന്നതും. നമ്മൾ 3300-ന് പറഞ്ഞു, 3000 വന്നപ്പോൾ പറഞ്ഞു, 3000-ന് താഴെ വന്നപ്പോഴൊക്കെ ധൈര്യമായിട്ട് ചോദിച്ചവരോടൊക്കെ തന്നെ, നമ്മുടെ മെമ്പേഴ്സിനോടൊക്കെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യുക. ഫണ്ടമെന്റൽസിൽ യാതൊരു വാല്യുവേഷനും വന്നിട്ടില്ല. കാരണം അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്ന ഓഹരികളും ഞാൻ നോക്കുന്ന ഓഹരികളും നമ്മുടെ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഓഹരികളൊക്കെ തന്നെ ഞാൻ കറക്റ്റായിട്ട് ദിവസവും ട്രാക്ക് ചെയ്ത് അതിൻ്റെ വാല്യുവേഷൻസ് വൈസ് നോക്കുന്ന ഫണ്ടമെന്റൽസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പേഷ്യൻസ് കാണിക്കുക, ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്ത് ഇപ്പോൾ അത് 3500-ന് മുകളിൽ വന്നിരിക്കുന്നു. അതും ഈ കറക്ഷൻ ടൈമിലും മാർക്കറ്റിൽ ശക്തമായിട്ടുള്ള സ്ട്രോങ് മൊമെൻറ്റം കാണിച്ചു എന്നുള്ളതാണ്. അതേസമയം പല മിഡ് ക്യാപ്പ് ഓഹരികളിലും നല്ല രീതിയിൽ റാലി വന്നതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നിട്ട് നമ്മുടെ GMR ആയാലും ശരി, അങ്ങനെ പല ഓഹരികളിലും കറക്ഷൻ വന്നിട്ടുണ്ട്. സ്ലോൺ ആയാലും കറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നല്ല വാല്യുവേഷൻസിൽ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ നമുക്ക് വാല്യുവേഷൻ വൈസ് കുറച്ചുകൂടി ഫേവറബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് റീ എൻട്രി എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കേസിൽ നോക്കിയിട്ട് എൻട്രി ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള വാല്യുവേഷൻ വൈസ് നോക്കി വാല്യുവേഷൻ വൈസ് നോക്കി വേണം എൻട്രി ചെയ്യാനുള്ളതാണ് പ്രധാനപ്പെട്ട. നമുക്ക് നോക്കാം 1-2 ദിവസം കൂടി കറക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത്. അതിനുശേഷം മാത്രം നോക്കിയിട്ട് എൻട്രി ചെയ്യുക. അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പോയിന്റ് വൈസ് മീൻസ് ടെക്നിക്കൽ വൈസ് നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാനായിട്ട്. സോ ഇത് കറക്ഷൻ കണ്ടതുകൊണ്ട് നമ്മളിപ്പം ബുള്ളിഷ് ട്രെൻഡിൽ മാത്രം മാർക്കറ്റിൽ വീഡിയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. സോ ഇന്നലെ ഒരു പാനിക് സിറ്റുവേഷൻ വന്നു. സോ ഇൻവെസ്റ്റേഴ്സും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്നെ ഒരു റീസണിന് വേണ്ടിയിട്ട് നോക്കുകയായിരിക്കാം, എന്താണെന്നുള്ള റീസൺ. അതിനുവേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്.
അതുപോലെ തന്നെ നല്ല നല്ല രീതിയിലുള്ള നല്ല സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്നലെ ഒരു മണിക്കൂറത്തെ കറക്ഷൻ കൊണ്ട് തന്നെ നല്ല വാല്യൂവിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ സമയത്തും ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അതായത് നല്ല വാല്യൂഷൻ വൈസ് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളുടെ സജഷൻസും നല്ല രീതിയിലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ US മാർക്കറ്റും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ആദ്യത്തെ ഫസ്റ്റ് സെഷൻ നെഗറ്റീവ് ഓപ്പണിങ്ങിനായിരിക്കും സാധ്യത കൂടുതൽ. വീണ്ടും പിന്നീട് എന്തെങ്കിലും ന്യൂസ്, ഇന്നലത്തെ ആ ഒരു ഇൻഫോംഡ് സെല്ലിംഗ് ആണോ എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള എന്തെങ്കിലും ന്യൂസ് ഇന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരും. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു പുൾ ബാക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ പുൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലിംഗ് പ്രഷർ വീണ്ടും വരും എന്നുള്ളതാണ് കാണേണ്ടത്. സോ 21,350 ടു 21,400 വളരെ ക്രോഷ്യലായിട്ടുള്ള ഒരു ലെവലായിരിക്കാം. അതിനുശേഷം വലിയൊരു ന്യൂസ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സെക്കൻഡ് ഹാഫിൽ ചെറിയ റിക്കവറിക്ക് സാധ്യത. സോ എനിവേ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, നേരെ മറിച്ച് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വഴിയുള്ള ഇൻട്രാഡേ ട്രേഡ്, നേരെ മറിച്ച് ഷോർട്ട് ടേം മീഡിയം ടേമിലും സ്വിങ്സിലും നല്ല വാല്യൂഷനുള്ള സ്റ്റോക്ക്, നല്ല 2 ദിവസം മുമ്പേ നമ്മൾ പറന്നുകൊണ്ട് നമ്മൾ ഹൈ വാല്യൂഷനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന സ്റ്റോക്കുകൾ 2 ദിവസത്തെ കറക്ഷൻ കൊണ്ട് നല്ല ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും എടുക്കുക എന്നുള്ളത് മാത്രമാണ്. പാനിക്കാവാതിരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. US മാർക്കറ്റിൽ ഇവിടെയും ഒരു നോർമൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണെന്നാണ് വിശ്വാസം. സോ സ്റ്റേ കോൺഷ്യസ്. നോക്കിയിട്ട് മറ്റുള്ള അപ്ഡേറ്റ്സുകളായിട്ട് വെയിറ്റ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.